പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജി. ആ ക്ലിനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെറോയിഡ് എന്ന് പറയുന്ന സാധനം ഡോക്ടറിന് പ്രിസ്ക്രൈബ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളൊരു സ്റ്റെറോയിഡ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഡെംഡോക്കിന്റെ സൺസ്ക്രീൻ കലങ്ങുന്നില്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. ഇപ്പൊ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കയ്യിലും ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ 2 സൺസ്ക്രീനും ഇട്ട് തേച്ച് നോക്കി. ഒരെണ്ണം മെൽറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. മൈ ബേ വൈ കല്യാണിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. കാരണം എണ്ണം നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ സംസാരം കേൾക്കുമ്പോഴേ ചൊറിഞ്ഞു വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. മൈ വേ ബൈ കല്യാണിയുടെ ഇഷ്യൂ എല്ലാവരും അറിഞ്ഞാണല്ലോ. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. അതായത് കണ്ടതും കടിയതുമായ സകലമാന ഉടായ്പ് ക്രീമുകളും വാരി പ്രൊമോട്ട് ചെയ്ത് ഒരു അർത്ഥം പോലും ഇല്ല. ഏത് കിട്ടിയാലും ഞാൻ പ്രൊമോട്ട് ചെയ്യാം, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എന്ത് ചാണകവും എടുത്തു വെച്ച് പ്രൊമോട്ട് ചെയ്ത് അവസാനം പണി കിട്ടി. മുഖത്ത് എന്തൊക്കെ ഇഷ്യൂ ആയി, എന്താ സ്റ്റെറോയിഡൊക്കെ എന്തൊക്കെ അടിച്ചു കയറ്റി എവിടെ കൂടിയൊക്കെ വരുത്തേച്ച് അവസാനം പണി കിട്ടിയപ്പോൾ 8 മാസത്തോളമുള്ള ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു ദെയർഫോർ അയാമെന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് ഒരു ക്ലിനിക്കിൽ. ഈ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കെ തന്നെ അവസാനം കുറച്ച് 1-2 സെക്ഷൻ എന്തൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കൊളാബ് ചെയ്താലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെടുത്ത് ചോദിച്ചു. അവർ പറഞ്ഞു നമുക്കിവിടെ കൊളാബുമില്ല, ഒരു തേങ്ങയില്ലെന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അവർക്കെതിരായിട്ട് അങ്ങോട്ട് ഒരു വീഡിയോ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഞാൻ ഇന്നലെ ആ റീല് കൊടുത്തതായിരുന്നു. അതായത് എനിക്കിങ്ങനെ ഒരു ക്ലിനിക്കിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി, ഞാൻ ബില്ല് ചോദിച്ചിട്ട് തന്നില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, ഇത് ചോദിച്ചിട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തള്ളി മറിച്ചപ്പോൾ ആ ക്ലിനിക്കിന്റെ പേര് പറഞ്ഞില്ല. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലിനിക്കിന്റെ പേരടക്കം പറഞ്ഞ് ആദ്യമേ എക്സ്പോസ് ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തില്ല. പക്ഷെ ആരോ വന്ന് ഇട്ട കമന്റ്, അത് നിങ്ങൾ ഇടിപ്പിച്ച കമന്റ് ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആ കമന്റിന് നിങ്ങൾ പിടിച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞൊരു റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കല്യാണി ഏറിക്കേറി ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് ഇവള് നാട്ടുകാരെ പറ്റിച്ചതിന് ഇവക്ക് കിട്ടിയ ശിക്ഷ. അതായത് ഇവളുടെയൊക്കെ ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്, സാധാരണക്കാരായ സ്ത്രീകൾ അടക്കമുണ്ട്. അപ്പൊ ഇവളൊക്കെ എന്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ സത്യമാണ്, ഇവരൊക്കെ പറയുന്നത് ഉള്ളതാണ് എന്ന് അന്ധമായി വിശ്വസിച്ചിട്ട് അത് കണ്ടും കൊണ്ട് കേട്ടും കൊണ്ടൊക്കെ പല ആൾക്കാരും വാങ്ങി യൂസ് ചെയ്യും. അവർക്കെല്ലാം ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടാവും. അതാണ് അതിന്റെ മറ്റൊരു സത്യം. എന്നാൽ ഇവളുമാർ ഇതുപോലെ കാശുള്ളതുകൊണ്ടും നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതുകൊണ്ടും ട്രീറ്റ്മെന്റ് അങ്ങ് ചെയ്ത് അതിനെ റെഡിയാക്കി എടുക്കും. പക്ഷെ 8 മാസത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇരുന്നിട്ടും നേരെ ആവാത്തതിന്റെ റീസൺ വേറെ. ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ തന്നെ ഇവള് വേറെയും ക്രീമുകൾ വീണ്ടും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് തേച്ചൊഴിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ മൊത്തത്തിൽ അവതാളത്തിലായിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ അടക്കം പല കാര്യങ്ങളും ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിക്കുന്ന വോയിസുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു അരുവെന്നെല്ലാം പരിശോധിക്കാം. അതിനു മുന്നേ കല്യാണി മറ്റേ ക്ലിനിക്കിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ നീ വേറൊരു കൊണച്ച വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വല്ലയിടത്തുനിന്ന് MBBSും BDSും ഒക്കെ എടുത്ത് വല്ല 2-6 മാസത്തെ കോഴ്സ് സർട്ടിഫിക്കറ്റും പഠിച്ച് വലിഞ്ഞേറി വന്നിരിക്കുന്നത് പോലത്തെ രീതിയിൽ നീ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കേൾക്കാം. ൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞു. അതെന്താടി BDSും MBBSും പഠിച്ച് 6 മാസത്തെ കോഴ്സും പഠിച്ച് വന്നു കഴിഞ്ഞാൽ നിനക്ക് പുച്ഛോ? നീയൊക്കെ 10ാം ക്ലാസ് ജയിച്ച അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണ. കാണിക്കുന്ന കോപ്രായങ്ങളും ബേക്കൂത്തുകളും വെച്ചിട്ട് വിവരം 5 പൈസയുടെ ബോധം ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. BDSും MBBSും വിഷയമാണല്ലോ. എന്താ പൊന്നുമോളെ, നിനക്ക് MBBS എന്നൊക്കെ പറഞ്ഞ പുച്ഛമാണോ? നിനക്കറിയാവോ അതിന്റെ MBBSന്റെ ഫുൾ ഫോമെങ്കിലും? BDS എന്ന് പറഞ്ഞ പുച്ഛം. എന്തുവാ ഇത്? നീ ആരെന്നാ നിന്റെ വിചാരം? സീരിയസ്ലി ഞാൻ ചോദിക്കും, നീ ആരാന്നാണ് നിന്റെ വിചാരം? ഓക്കെ, പട്ടി ഷോ വീട്ടിന്റെ അകത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കാണിച്ചുകൊണ്ടിരുന്നാൽ മതി. വീഡിയോയിലൂടെ ഇങ്ങോട്ട് നാട്ടുകാരെടുത്ത് കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിടും. ഓൾറെഡി ഇടയ്ക്കൊരിക്കൽ ഏറിപ്പോയി, ഇതിപ്പോ എന്താ വീണ്ടും. ഇത് ഇന്നലെ ഞാൻ വലുതായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ BDSകാരെ കേസ് പറഞ്ഞപ്പോൾ അതെന്താ BDSകാർ പല്ലിൻ്റെ അത് ഇവരെ അങ്ങനത്തെ ഒരു സാധനമാണ് സംസാരിച്ചു പോയി. പക്ഷെ ഞാൻ ചിന്തിച്ചില്ല. ഇന്ന് വേറെ പലരുടെയും വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു കേസ് ചിന്തിച്ചത്. ശരിയാണല്ലോ, ഇവിടെ ഒരുമാതിരി BDSകാരും MBBSകാരും പുച്ഛിച്ചാണല്ലോ സംസാരിക്കുന്നത്. നിനക്ക് പറ്റുമോ? 6 വർഷം പഠിച്ച് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ കല്യാണി? കോപ്പ് പറ്റും നിനക്ക്, കോപ്പ്. നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും. ഇത് പറ്റും നിനക്ക്. നാട്ടുകാരെ പറ്റിച്ച് നിന്നെയൊക്കെ വിശ്വസിച്ച് നിന്റെയൊക്കെ വീഡിയോ കാണുന്ന ഓഡിയൻസിനെ പറ്റിക്കാൻ നിനക്കൊക്കെ പറ്റും. ഇതുപോലെ ഓരോ കോപ്പിലെ സാധനങ്ങൾ പ്രൊമോഷൻ ചെയ്ത് പറ്റിക്കും. അല്ലാണ്ട് നിനക്ക് MBBS എടുക്കാൻ പറ്റുമോ? കോപ്പ് പറ്റും. കോപ്പ് വന്നിരുന്ന് അടിക്കുന്ന വായ്ത്താളം കണ്ടു കഴിഞ്ഞാൽ ചെവരി പിടിച്ചോരയ്ക്കാൻ തോന്നും. എങ്ങനെയാണ് ഇതൊക്കെ? എന്തുവാ നിന്റെയൊക്കെ വിചാരം എന്താ? നീയൊക്കെ 10 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും കുറച്ച് യൂട്യൂബിൽ കുറച്ച് റീച്ച് ഉണ്ടെന്നും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്നും ഒക്കെ ഉള്ള ഒരു അഹങ്കാരം പള്ളുവാണ് കാണിക്കുന്നത്. അതുപോലെ വേറൊരു കേസ്, നമ്മുടെ
ചായ, നല്ല ചൂട് ചായയും ചാളമീൻ പൊരിച്ചതും കൂടി മുക്കി തിന്ന എങ്ങനെയിരിക്കും എന്ന് തോന്നിയില്ല, അതായത് ചാണകം ചോട്ടിയ ഫീല് തോന്നിയില്ല, അതുപോലെ ഇരിക്കും. ഓർത്തു വെച്ചോ, ഈ പോയിന്റ് ആവശ്യം വരും. അതുപോലെ നമ്മുടെ കല്യാണി കൊച്ചി, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓസ്കാറും കൊണ്ട് തന്നെ പോവും മിക്കവാറും. ഇങ്ങനെ ഒരു അഹങ്കാരം പിടിച്ച സാധനം, എനിക്കുള്ള സൗണ്ട് കേൾക്കുമ്പോഴിപ്പോൾ ചൊറിഞ്ഞു വരിക, ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ സ്ട്രൈക്ക് അടിക്കാൻ ഇറങ്ങിക്കോ, ബാ നമുക്ക് ഒരു സ്ട്രൈക്ക് അടിച്ചു തുടങ്ങാം, അതായിരിക്കും അടുത്ത പണി. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിന്റെ എക്സ്പ്ലനേഷൻ. നീ ഇതുവരെ എക്സ്പ്ലനേഷൻ ക്ലിയർ കട്ടായിട്ട് ഇട്ടിട്ടില്ല. വൈകുന്തോറും നിന്റെ മടിയിൽ കനമുണ്ട് എന്നുള്ളൊരു കാര്യം നാട്ടുകാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. നീയാണ് പറഞ്ഞത് അവർ ബില്ല് തന്നില്ല, അത് തന്നില്ല, ഇത് തന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് വച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നീ തെളിയിക്കണം. അവരാണ് ആദ്യം നിനക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതെന്നും രണ്ടാമത് നീ കൗണ്ടർ അടിക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തോ സ്റ്റിറോയിഡൊക്കെ എവിടെ നിന്നൊക്കെ വാരി വലിച്ച് തേച്ചും ഉരച്ചും അടിച്ചും കയറ്റി ഓരോ പണി വാങ്ങിച്ചു കൂട്ടി വെച്ച് 8 മാസത്തോളം ട്രീറ്റ്മെന്റായി. ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ കൊളാബ് പോലും, കൊളാബ് റാണി ആയിരിക്കും, കൊളാബ് കല്യാണി. കൊള്ളാം, നല്ല പേര്, കൊളാബ് റാണി. അപ്പൊ കൊളാബ് റാണിക്ക് കൊളാബ് കിട്ടാത്തോണ്ടാണ് അവിടെ നിന്ന് ചെളിയും വാരി അടിച്ച് അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്തത്. കൊള്ളാം, എന്തായാലും നീ ഒരു കില്ലാടി തന്നെ ഉണ്ട്, കില്ലാടി. ഇനി അടുത്ത ട്രാക്കിലോട്ട് വരാം. അതായത് 8 മാസത്തോളം ഈ ട്രീറ്റ്മെന്റ് തുടങ്ങി. ഇവക്ക് എന്താ ഈ മുഖത്ത് ഇഷ്യൂ വന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സകലമാന ഉടായ്പ ക്രീമുകളും വാരി തേച്ചിട്ടാണ് ഇവക്ക് ഈ പ്രശ്നം വന്നത്. ലക്ഷങ്ങൾ ഇവൾ ഉണ്ടാക്കും. ഇതിൽ നിന്നൊരു 10,000, 25,000, 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ എടുത്ത് ഈ ഉണ്ടായ ഇഷ്യൂവിനെ അങ്ങോട്ട് ക്ലിയർ ചെയ്യും. അതാണ് ഇവളെയൊക്കെ പരിപാടി. പക്ഷെ ഇവളെയൊക്കെ വിശ്വസിച്ച് പല ക്രീമുകളും വാങ്ങി തേക്കുന്ന നിങ്ങളാരാവും? ശശിയാവും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നടാവേ, ഇവളെയൊക്കെ വിശ്വസിച്ച് വാങ്ങി തേക്കാൻ നടക്കുന്നതിനൊക്കെ ആദ്യം മടൽ വെട്ടി അടിക്കണം. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും തേക്കണമെന്നോ ഉരയ്ക്കണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണുക, ഡോക്ടർ പറയുന്ന പോലെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് അയ്യോ നമ്മുടെ കല്യാണി ചേച്ചി, നമ്മുടെ ജാസ്മിൻ ചേച്ചി, നമ്മുടെ ഗ്ലാമി ഗംഗ ചേച്ചി പറഞ്ഞു നമുക്ക് തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ മൂഞ്ചിത്തിരി. ഉള്ള കാര്യം പറയാം, ആരെയും വിശ്വസിക്കില്ല, എന്നെ പോലും വിശ്വസിക്കില്ല, ഞാനും കവല. ഉള്ള കാര്യം പറയാം. പക്ഷെ നിങ്ങളെ ഞാൻ പറ്റിക്കത്തില്ല. ഞാനൊരു സാധനം നിങ്ങളിലോട്ട് വെച്ച് തന്നിട്ട് നിങ്ങൾ വാങ്ങിക്കോ സൂപ്പറാണെന്ന് പറഞ്ഞ് ഞാൻ പറ്റിക്കത്തില്ല. അത് ചെയ്യത്തില്ല 100ക്ക് 110%. ഓക്കെ, അതെനിക്ക് പറയാതെ സമാധാനം കിട്ടത്തില്ല. പക്ഷെ കല്യാണി, നിന്നെയൊക്കെ പോലെ ഉള്ളത് ഉടായ്പം കാണിച്ചിട്ട് നിനക്ക് BDS MBBSനെയൊക്കെ പുച്ഛ അല്ലേ? നീ ആര് IAS? ഇനി അതാ റോക്കറ്റ് വിടാൻ പോയിരിക്കണ നീ നിന്റെ വിചാരം എന്താണ്? നീ എന്താണെന്നാണ് നിന്റെ വിചാരം? കോപ്പ്. ഇനി ഈ 8 മാസം ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഇവക്ക് ശരിയായില്ല എന്ന് ഇവള് പറയുന്നുണ്ടല്ലോ. ഒരു ഡോക്ടർ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രീമും ഉപേക്ഷിക്കാൻ പറയും. ഇനി മുതൽ ഈ ക്രീമായിരിക്കും ഉപയോഗിക്കാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലും മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും ഒരു ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന സമയത്ത് കുറെ കണ്ടീഷൻസ് ഫോളോ ചെയ്യാൻ പറയും. ഓക്കെ, അത് ഫോളോ ചെയ്യാത്തത്തോളം കാലം നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യും? ഫലിക്കത്തില്ല. ഇവിടെ ഈ 8 മാസത്തിനകത്ത് ഈ കല്യാണി എന്ന് പറയുന്ന ലെവല് 150 പ്രൊമോഷൻ ചെയ്തതാണ്. ഓക്കെ, അതായത് 150 ക്രീം 150 പ്രൊമോഷൻ, ഇതാണ് കണക്ക്. ഈ ലെവലില് പ്രൊമോഷൻ തള്ളി വിട്ടിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവും, ഇന്ന രീതിയിലൊക്കെ ഇനി മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇവള് പ്രൊമോഷന് വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ടും ഒരു വട്ടം എടുത്തു വെച്ച് തേച്ച് കാണിച്ചു കൊടുക്കും. എന്നാ കണ്ട ചേച്ചി വെളുത്ത് തുടുത്ത് കറുത്തെന്ന് പറഞ്ഞു കൊണ്ടാക്കാൻ ഈ ഒരു സംഭവം അടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ പല രീതിയിൽ ഇവൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈഡ് എഫക്ട് കൂടത്തല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വീണ്ടും സൈഡ് എഫക്ട് ഉണ്ടാവത്തല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർമാർ ട്രീറ്റ്മെന്റ് ചെയ്ത തെറ്റിപ്പോയെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ലല്ലോ, പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഫോൾട്ട് ആളുടെ കയ്യില, ഇവളുടെ കയ്യിലാണ്. എന്തായാലും ഈ 8 മാസത്തിന്റെ കണക്ക് ആ ക്ലിനിക്കിൽ നിന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ 8 മാസത്തിന്റെ ഇടയിൽ ഇവള് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം. പല ക്രീമുകളാണ് കേട്ടോ, കാണണേ. സ്കൂള് തുറക്കണേ, അയ്യോ വിടൂ, സ്കൂൾ തുറക്കണ്ട, വിടൂ, ഞാൻ 10 മാസം കൊടുത്താ. സ്കൂൾ അടച്ച മിക്ക വീടുകളുടെ അവസ്ഥ ഇതാണെന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, നമുക്കിന്ന് റിസപ്ഷൻ ഉണ്ട്. അപ്പൊ അതിനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം കേട്ടോ. ഡ്രസ്സ് ഞാൻ ഈ ബ്ലാക്ക് ആണ് ഇടുന്നത്, പുറത്ത് ഒന്നാമതേ ചൂതാണ്. പക്ഷെ കുഴപ്പമില്ല. സ്കിൻ കെയറിന്റെ കാര്യത്തിൽ ഞാനാണെങ്കിൽ ഡോക്കിന്റെ പീച്ച് ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലെ പീച്ച് ടിൻറ്റഡ് ഉണ്ടല്ലോ, അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഡൾ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉണ്ടല്ലോ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ തരും. ഇതിൽ SPF 50 PA 3+ ഉണ്ട് കേട്ടോ. മാത്രമല്ല UV പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള UV റേസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. 4% നയാസിനമൈഡ് ഉണ്ടാണ്ട് സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്തിട്ട് സ്കിൻ ബാരിയറിനെ അടിപൊളി. നീ ഡംഡോക്ക് വാരി തേച്ചു ഡോക്ടർ പറഞ്ഞിട്ടാണോ? നീ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നതിന്റെ ഇടയിലുള്ള വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? നീ ട്രീറ്റ്മെന്റിന് പോയ ക്ലിനിക്കിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഇതിന്റെ ഇടയിൽ ഞാൻ ഡംഡോക്ക് വാരി തേക്കിയാണ് കുഴപ്പമുണ്ടോ? ചോദിച്ചില്ലല്ലോ. അപ്പൊ അവിടെ തന്നെ നീ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു കണ്ടീഷൻസിനെ നീ
ഫോളോ അപ്പ് ചെയ്യുന്നത് വെട്ടിച്ചു തട്ടിച്ചു എന്നൊക്കെ പറയാം. അതൊക്കെ തന്നെയാണ് നീ ചെയ്തിട്ടുള്ളത്. പല സാധനങ്ങൾ വാരി നീ 8 മാസത്തിന്റെ ഗ്യാപ്പിൽ തേച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറെ കുറ്റം പറയാൻ പറ്റും? നിനക്ക് സകലമാന ഉടായ്പ സാധനങ്ങളും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തേച്ച് കാണിച്ച് പറ്റിച്ചിട്ട് വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടി ട്രീറ്റ്മെന്റ് ശരിയായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഡോക്ടർമാരെ കുറ്റം പറയാൻ പറ്റും? ഇതിന്റെ ഇടയിൽ നീ കൊളാബ് ചോദിച്ചു. നീ കൊളാബ് ചോദിച്ചെങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അവരുടെ ട്രീറ്റ്മെന്റ് മോശമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്? കൊളാബ് ചോദിച്ച സ്ഥിതിക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊള്ളാമെന്നുള്ളതുകൊണ്ടല്ലേ നീ കൊളാബ് ചോദിച്ചത്. അപ്പൊ അവിടെയും നീ ഫേക്കാണ്. നീ എന്ന് പറയുന്ന ഫേക്ക് മൈൻഡ് സെറ്റ്, നീ എന്ന് പറയുന്ന ഫേക്ക് പേഴ്സണാലിറ്റി അവിടെ എക്സ്പോസ് ആവുകയാണ് കല്യാണി. മൈ ബേ വൈ കല്യാണി. ഇനി ഇതൊന്നുമല്ല, 8 മാസത്തിന്റെ ഇടയിൽ 16 ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ മഴ പെയ്താലോ, അതുകൊണ്ട് മുളകും മല്ലിയൊക്കെ ഉണക്കുന്ന തത്രപ്പാടിലാണ് കേട്ടോ. കേറി ഇറങ്ങി ഞാനൊരു പരുവായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ കുപ്പി നിലപാടെ വീണപ്പോ തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇത്തവണ പ്ലാസ്റ്റിക് കുപ്പിയിലെ ഞാൻ ഇതൊക്കെ ഇട്ട് വെക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ 3 കിലോ മല്ലിയും 3 കിലോ മുളകുമാണ് ഈ മുളക്കുന്നത്. വലിയ ഉണ്ട മുളക് നോക്കി കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. പക്ഷേ എരിയില്ല. അങ്ങനെ ഓട്ടി പെരക്കകത്തോട്ട് കയറി മുടിയെല്ലാം കൂടെ വാരിക്കെട്ടി വെച്ചിട്ട് ഫോക്സ്ടെയിലിന്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിന്നിന് ഒരു ഫ്രഷ് ലുക്ക് തരാൻ അടിപൊളിയാണ്. നമ്മുടെ ടാൻ ഒക്കെ പെട്ടെന്ന് അങ്ങ് മാറി കിട്ടും. സലൂണിൽ പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് മാസ്ക് വാഷ് ചെയ്യാവൂ കേട്ടോ. 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ സ്കിന്നിൽ അത് വെച്ചിരിക്കണം. ആ സമയത്ത് ഞാൻ ഈ ബുക്ക് എടുത്ത് ബുക്കും വായിച്ച് അവിടെ ഇരുന്നോ. എന്തൊക്കെ തേക്കുന്നു മോളെ വാരി. എന്നിട്ട് കുറ്റം മൊത്തം ഡോക്ടേഴ്സിനാ. കൊള്ളാം. അവിടെ MBBS-ഉം BDS-ഉം പഠിച്ചിരിക്കുന്ന ഏതോ ഊളകളൊന്നും ഇരിക്കണം. അമ്മാതിരി വർത്താണ്, തൊട്ടി വർത്തമാനം. അല്ലാണ്ട് നിന്നെ എന്നാ പറയാനാ? അവര് മാങ്ങേണ്ടി ഉറച്ചിട്ടല്ല വന്നിരിക്കുന്നത്. നീ ഇവിടെ കുറെ മല്ലിയും മുളകും വാരിയിട്ട് നിരത്തിയിട്ട് നാട്ടുകാരെ പറ്റിച്ചും കുറെ പൈസ ഉണ്ടാക്കുന്ന പോലെയല്ല MBBS പഠിക്കുന്നതും ഡോക്ടർ ആകുന്നതും. അവരെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണമെങ്കിൽ നീ ജസ്റ്റ് ആരുടെ ചോദിച്ചു നോക്ക്. നിന്നെ കൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റില്ല എന്തായാലും. അതുകൊണ്ട് നീ ആരുടെ ചോദിച്ചു നോക്ക്. ഡോക്ടറായിട്ടുള്ള ആരുടെ ചോദിച്ചു നോക്ക്. നിങ്ങൾ എങ്ങനെയാണ് വെറുതെ ചുമ്മാ ഇരുന്ന് പഠിച്ച് കയറി വന്നോ ചോദിച്ചു നോക്ക്. ഇനി ആരെങ്കിലും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഡോക്ടർ ആയാൽ കൂടി ട്രീറ്റ്മെന്റ് ചെയ്യാൻ അറിയണ്ടേ? അപ്പൊ ഈ ഡോക്ടർ എന്ന് പറയുന്നത് നിന്റെ മറ്റേ പിള്ളേർ കളിയല്ലേ, മാങ്ങേണ്ടി ഉറക്കുന്ന കളിയൊന്നും അല്ല ഇത് കേട്ടാ. അതുകൊണ്ട് നിനക്ക് ഡോക്ടർ വരെ പുച്ഛം വരുമ്പോൾ സ്വന്തമായിട്ട് പോയി എന്ത് കോപ്പിലെ പരിപാടിയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കണം. നാട്ടുകാരെ പറ്റിക്കുന്നു, കുറെ മുളകും മല്ലിയും മാങ്ങേണ്ടിയും പറിച്ച് വെച്ച് ഉണക്കുന്നു, ഇതൊക്കെയാണ് നിന്റെ പരിപാടി എന്നുള്ള കാര്യം നീ ഒന്ന് ചിന്തിക്കുക. നിനക്ക് ഡോക്ടർമാർ 7 അയലത്ത് നിന്നിട്ട് തിരിഞ്ഞു നോക്കി എന്ന് പുച്ഛം പോലും കാണിക്കാനുള്ള യോഗ്യതയില്ല. കാരണം നീയൊന്നും അവിടെ 7 അയലത്ത് എത്തത്തില്ല. അവരെ ചെരുപ്പെടുക്കാനുള്ള യോഗ്യത നിനക്കില്ല. കഞ്ഞി കേസുകളാണ് വന്നിരുന്നത് ഡോക്ടർ MBBS BDS-നെയൊക്കെ പുച്ഛിക്കുന്നത്. എന്ത് കഷ്ടോടെ. ഇനി അടുത്ത് 8 മാസത്തിനകത്ത് 16 ബാക്കി മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെന്റെ സ്ഥിരം കലാപരിപാടിയാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് സീക്ക സൺസ്ക്രീൻ ആണ്. ഈ സൺസ്ക്രീനിന് പർപ്പിളിൽ 4.2+ റേറ്റിംഗും ഉണ്ട്. പിന്നെ യൂസ് ചെയ്തവരെല്ലാം നല്ല റിവ്യൂസ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ നമ്മളെ സൺ ഡാമേജിൽ നിന്നും സണ്ണിൽ നിന്ന് ടാൻ ആവുന്നതും ഡൾനെസ്സിൽ നിന്നും ഒക്കെ പ്രിവെന്റ് ചെയ്യും കേട്ടോ. 200 രൂപയ്ക്കകത്ത് ഇത്രയും നല്ലൊരു സൺസ്ക്രീൻ എന്റെ അറിവിലില്ല. നോൺ ഗ്രീസി ആണ്. ഒട്ടും തന്നെ മണമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല കേട്ടോ. ഇതിൽ SPF 50 PA4+ ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് തന്നെ സ്കിന്നുമായിട്ട് അബ്സോർബ് ആയിക്കോളും. എല്ലാ സീസണിലും പറ്റിയ സൺസ്ക്രീൻ വാരി തേര്. എല്ലാം തേച്ചൊട്ടിച്ചിട്ട് അവസാനം ചികിത്സിച്ചവരെ കുറ്റം പറ. എടാ, ഞാൻ ആക്സിഡന്റ് ആയ സമയത്ത് ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത് ഇന്ന ഫുഡ് കഴിക്കല്, ഡയറ്റ് ചാർട്ട് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ അവർ പറയുന്ന പോലെ കേട്ട് മെഡിസിനൊക്കെ കഴിച്ച് വന്ന് എൻ്റെ അടുത്ത് റെഡ് മീറ്റ് കഴിക്കില്ലെന്ന്. കാരണം ആ സമയത്ത് അനങ്ങാതിരുന്നതുകൊണ്ട് വെറുതെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഫാക്ട് കയറും. അതുകൊണ്ട് റെഡ് മീറ്റ് കഴിക്കില്ല. അങ്ങനെ ഇങ്ങനെ കുറേ ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന് ജീവിക്കുന്നു. നീയൊക്കെ ഡോക്ടർ പറയണ കേൾക്കയില്ല. എന്നിട്ട് പറയും MBBS-ഉം BDS-ഉം ഒക്കെ എടുത്തിരിക്കുന്ന ഏതോ കുറെ കഞ്ഞി പരിപാടികൾ എന്ന് പറയുന്ന വെറും ചാണകങ്ങളാണ് നീയൊക്കെ. ഒന്നും പറയാനില്ല. ഇങ്ങനെയുണ്ടാടേ. ഇതെന്തുവാ ഇത് കല്യാണി? മുട്ട പൊരിക്കാൻ നേരത്തെ ഇതുപോലെ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴും താഴെ വീണിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇന്ന് വലിയ ഫുഡൊന്നും ഇല്ല. അച്ചാറും മുട്ടയും നാരങ്ങയും ഉള്ളു കേട്ടോ. അമ്മയാണെങ്കിൽ ബിഗ് ബോസ് കണ്ടിരുന്ന ചിരിയോട് ചിരിയാണ്. ചോറിണ്ടിട്ട് ഒരു ആപ്പിൾ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു പരീക്ഷണം ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ആപ്പിൾ 2 മുറിച്ചിട്ട് ഞാൻ ഡെർമഡോക്കിന്റെ അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ 4% നയാസിനമൈഡ് ഉള്ളത് ഒരു സൈഡിലും മറ്റൊരിടത്ത് വേറെ സൺസ്ക്രീൻ തേച്ച് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ച് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പരീക്ഷണം വാട്ടർ റെസിസ്റ്റന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണത്തിലെ ഡെർമഡോക്കിന്റെ മറ്റേതിൽ വേറൊരു സൺസ്ക്രീൻ ഇട്ട് കലക്കി നോക്കിയപ്പോൾ ഡെർമഡോക്കിന്റെ സൺസ്ക്രീൻ കലങ്ങുന്നില്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. ഇപ്പൊ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 കയ്യിലും ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ 2 സൺസ്ക്രീനും ഇട്ട് തേച്ച് നോക്കി. ഒരെണ്ണം മെൽറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഡെർമഡോക്കിന് വൈറ്റ് കാസ്റ്റും ഇല്ല. ഇനി കുറച്ച് നേരം വെയിലത്ത് തന്നെ കുറച്ച് നേരം ഒന്ന് നിൽക്കാന്ന് വിചാരിച്ചിട്ട് 2 കയ്യിലും തേച്ചിട്ട് ഞാൻ നമ്മുടെ പപ്പിക്കുട്ടനെ ഇറക്കി വിട്ട് കളിയായിരുന്നു. അവനാണെങ്കിൽ ഇപ്പൊ കടി കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അകത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമൽ സൺസ്ക്രീനിന് ഒരു വ്യത്യാസമില്ല.
നമ്മുടെ ഡെർമഡോക്കിന്റെ സൺസ്ക്രീനിന് ഞാൻ കുറച്ചു നേരം വെയിലത്ത് നിന്നതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പൊ പുറത്ത് വെച്ച ആപ്പിളിന്റെ സൈഡിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്കിത് ഫേസിൽ ഇടുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് വരുന്നത്. ഈ ഒരു സൺസ്ക്രീനിലെ പർപ്പിൾ കളർ നമ്മുടെ ഇന്ത്യൻ സ്കിന്റെ യെല്ലോ കളർ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ഒരു ഗ്ലോ തരും. ഒരുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. SPF 50 ഉണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. QR കോഡ് ഞാൻ മോളിൽ കൊടുത്തേക്കാം. ടാറ്റ ബൈ. അട്ടേടെ മുഞ്ചിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ കല്യാണി? ഞാനൊരു കാര്യം ചെയ്യട്ടെ, അറ്റ്ലീസ്റ്റ് ഈ ഡെർമഡോക്കിന്റെ ഈ സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സ്ക്രിപ്റ്റ് തരത്തുള്ളൂ. ഈ സാമാനം പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും ആപ്പിൾ എടുത്ത് വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഉരച്ച് വെച്ച് തേച്ച് വെള്ളത്തിയിട്ട് മുക്കി കലക്കി ഈ പരിപാടി തന്നെ ഇതിനെ എല്ലാവരും ചെയ്തു വെച്ചിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് സ്ക്രിപ്റ്റ് എങ്കിലും ഒന്ന് മാറ്റി എഴുതിക്കൂടെ? ഇവിടെ ആപ്പിൾ മാറ്റി ഓറഞ്ചെങ്കിലും ആക്കണേ. എന്തുവാ ഇത്? നാട്ടുകാരെ പറ്റിക്കുന്നു, അത് പറ്റിക്കപ്പെടാൻ കുറെ പൊട്ടന്മാര് എല്ലാണോ ഇത് തന്നെ. ഈ ആപ്പിൾ അറുത്തിട്ട് അതിന്റെ നടുക്ക് രണ്ട് വേറെ സ്ക്രീമും തേച്ച് ഇതും തേച്ച് വെച്ചിട്ട് ഉരച്ച് വെച്ചിട്ട് വെള്ളത്തിൽ മുക്കി കലക്കി വെയിലത്ത് എഴുതുന്നു. എന്തൊക്കെ കാണിക്കണമെന്തോ. ഇതെല്ലാം കണ്ട് വിശ്വസിച്ച് ഇതിനൊക്കെ എന്തിനാടാ ഫോളോ ചെയ്ത് വെച്ചിരിക്കണം മൊണ്ണകളെ? ഇത്രയും ഉടായ്പകൾ എന്തിനാണ് ഫോളോ ചെയ്ത് വെച്ചിരിക്കണം മൊണ്ണകളെ? എനിക്കതേ പറയാനുള്ളൂ. കൂടുതലേ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോ. സോറി, അതുകൊണ്ടാ പറയാത്ത. അടുത്തത് നോക്കാം വിചാരിച്ചത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴാണ് മുഖത്തൊരു ഇച്ചിരി ഗ്ലോ ഇല്ലല്ലോ എന്ന് മനസ്സിലായത്. അപ്പൊ പിന്നെ ഞാൻ ഗുഡ് വൈബ്സിന്റെ ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എങ്കിൽ പിന്നെ ഫേസിന്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറൊരു ബ്രാൻഡിന്റെ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ വേറൊരു ബ്രാൻഡിന്റെ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഞാനിങ്ങനെ TV ഒക്കെ കണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. അപ്പുക്കുട്ടൻ്റെ ഇത് വലിച്ചെടുക്കാന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അടുപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം നമ്മുടെ ഗുഡ് വൈബ്സിന്റെ പീൽ ഓഫ് മാസ്ക് ഇങ്ങനെ വലിച്ചിളക്കി കേട്ടോ. ഇതിന് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇതിങ്ങ് പോന്നോളും. പിന്നെ നമ്മുടെ കുഞ്ഞു മുടികളും ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങ് പോന്നോളും കേട്ടോ. ആ ഒരു സൈഡിൽ നല്ലൊരു ഗ്ലോ നമുക്ക് തോന്നും. ഇനി അടുത്തത് നമ്മുടെ അതർ ബ്രാൻഡിന്റെ ഞാനിങ്ങനെ വലിച്ചിളക്കിയപ്പം അത് ഇതുപോലെ ഇങ്ങനെ ഇളകി വന്നില്ല കേട്ടോ. ഇങ്ങനെ പാച്ചി ആയിട്ട് ഇങ്ങനെ ഇളകി പോവായിരുന്നു. പിന്നെ ഇത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇത് ഒരുപാട് സമയം എടുക്കുമെന്ന് തോന്നുന്നു ഉണങ്ങാൻ. കവിളത്തൊക്കെ ഇങ്ങനെ ഒട്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അത് തേച്ച് മാക്കി ഇളക്കി കളഞ്ഞു. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇപ്പുറത്തെ സൈഡിലാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്ലോ വന്നേക്കുന്നത്. ഗുഡ് വൈബ്സിന്റെ സൈഡിൽ നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ശേഷം ഞാൻ ഫേസിന്റെ അപ്പുറത്തെ സൈഡിലും ഗുഡ് വൈബ്സ് തന്നെ ഇട്ട് ഉണക്കി അതും വലിച്ചിളക്കി കളഞ്ഞു കേട്ടോ. എന്നിട്ട് കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് ഇതാ നല്ലൊരു ഗ്ലോ. ഈ ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി മേക്കപ്പിനായിട്ട് ഞാൻ NYBയുടെ സ്ട്രോ ക്രീം എടുത്ത് ഫേസിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തു. നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ 3-in-1 ഫൗണ്ടേഷൻ എടുത്തു കേട്ടോ NYBയുടെ തന്നെ. എന്നിട്ട് അതും ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഒരു നല്ല ഫിനിഷാണ് കേട്ടോ. ഇനി ഫേസിൽ ഒന്നും ഇടേണ്ട കാര്യമില്ല. ലുക്ക് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇടണം. അതിന് കാരണം ഡാൻസിന് പോകണം, ഇല്ലെങ്കിൽ സിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തെറി കിട്ടും. അപ്പം ഞാൻ കാർമസിയുടെ റീസ്റ്റോർ അണ്ടർ ആം സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത്. കഴുത്തില്, കൈമുട്ടില്, എവിടെ ഈ കയ്യന്റെ ഒക്കെ മുട്ടുണ്ടല്ലോ അത്, കാൽമുട്ടില്, നമ്മുടെ അണ്ടർ ആംസില്, ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നാട്ടുകാരെ പറ്റി എന്നാ മിടുക്ക്. ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ്, 8 മാസത്തിന്റെ ഇടയിലാണ് പല സാമാനങ്ങളും വരെ തേച്ച് വെച്ചിരിക്കുന്നത് കണ്ട. എന്നിട്ട് കുറ്റം മൊത്തം ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ശരിയാവണില്ലെന്ന്, നിങ്ങൾ ശരിയില്ലെന്ന്. എന്തോന്നടേ ഇത്? എന്തോന്ന് എക്സ്പ്ലനേഷൻ ഇതുവരെ കണ്ടില്ല. എക്സ്പ്ലനേഷൻ തെളിവ് സഹിതം ഇടണം. അതാണ് ഇനി ആവശ്യം, അതാണ് ഇനി ഇടേണ്ടത് കേട്ടോ കല്യാണി. എന്തോന്നടേ? നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്, അത് കൺഫേം. നല്ലപോലെ കട്ടയ്ക്ക് അവിടെ ഒരു മാസ്ക്, ഇപ്പുറത്ത് വേറെ മാസ്ക്, 2 എണ്ണം തേച്ച് ഇതാ കാണിച്ച് കാശ് കിട്ടുകയല്ലേ. ലക്ഷങ്ങൾ വരൂടെ, ലക്ഷങ്ങൾ. നിങ്ങളൊക്കെ അതായത് ഇവരുടെ ഓഡിയൻസിനെ പറ്റിച്ചുണ്ടാക്കുന്നത് ലക്ഷങ്ങളാണ്. ഇതിന് പുറമേ ഇതിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ കൂടി ഇവർ കാരണം പ്രോഡക്റ്റ് സെയിലായി കഴിഞ്ഞ് ഇത്ര ശതമാനം കിട്ടും. അങ്ങനെയൊക്കെ നല്ല പരിപാടികളൊക്കെ ഇവരൊക്കെ ചെയ്തു വയ്ക്കും. എന്തായാലും കൊള്ളാം, നല്ല ഒന്നാം തരം പറ്റിപ്പും വെട്ടിപ്പും തട്ടിപ്പും നാട്ടുകാരെ പറ്റിക്കുന്നത്. കല്യാണി മാത്രമൊന്നുമല്ല കേട്ടോ, ഇമാതിരി സാമാനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. പൈസ വാങ്ങിച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നു. ഇതിനേക്കാളും മറ്റേ പാര എടുത്തോണ്ട് രാത്രി കക്കാണ് അന്തസ്സുണ്ട്. ഒന്നും പറയണില്ല. ഇനി ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. അതായത് ഇവര് ഈ പ്രത്യേകിച്ച് ഡോക്ടർമാരെ മൊത്തത്തെ അപമാനിച്ചില്ലേ, MBBS BDS അതൊക്കെ എന്തുവാ മറ്റേ ഒന്നും പറയണില്ല. എടാ 1-ാം ക്ലാസ്സിൽ പഠിച്ചാലും അതിന് അതിൻ്റെതായ പാടുണ്ട് ആ പ്രായത്തിൽ കേട്ടാ. അതുകൊണ്ട് നിനക്ക് അത്രയ്ക്ക് MBBS BDS പുച്ഛമാണെങ്കിൽ നീ MBBS എടുത്ത് കാണിക്കുക കല്യാണി. വെല്ലുവിളിക്കണം നിന്നെ, നീ ഓപ്പെടുക്കും. നാട്ടുകാരെ പറ്റിക്കാല്ലേ എനിക്ക് അറിയത്തുള്ളൂ. എന്തായാലും ഡോക്ടർ പറ. ബ്യൂട്ടി. ഹായ്, ഞാനൊരു MBBS ഡോക്ടറാണ്. എനിക്ക് ഉള്ള ഒരു കൺസേൺ പബ്ലിക്കിലോട് പറയണം തോന്നി, അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബ് ചാനലിൽ ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോഷനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. പുള്ളിക്കാരത്തി റീസെൻ്റ്ലി ഇട്ട ഒരു ഇഷ്യൂവിൽ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ക്ലിനിക്കായിട്ട് ഒട്ടും കണക്റ്റഡ് അല്ല, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും. സോ എനിക്ക് പറയാനുള്ളത്, ഷീ മെൻഷൻഡ് അബൌട്ട് 8 months ആയിട്ടും അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ക്ലിനിക് എന്നാണ്. ഈ 8 months ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്തപ്പം
ഈ പുള്ളിക്കാരത്തിയുടെ യൂട്യൂബ് ഷോർട്സിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ് ബ്യൂട്ടി പ്രോഡക്ട്സ് മാസ്ക് ഒക്കെ ഇങ്ങനെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. ഈ 8 months ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുന്ന ആൾ മറ്റ് പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. അത് വെരി എവിഡൻ്റ് ആണ്. ഈ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പം എങ്ങനെയാണ് ക്ലിനിക്കിൻ്റെ പ്രോബ്ലം മാത്രമാകുന്നത്? ഈ അപ്ലൈ ചെയ്ത പ്രോഡക്ട്സും ഒക്കെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആണെങ്കിലോ? അപ്പോൾ ആധികാരികമായി അതാണ് പ്രശ്നം, ആ ഡോക്ടറാണ് പ്രശ്നം. ഈ MBBS BDS എന്ന് പറയുന്നത് ചുമ്മാ അങ്ങിരുന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇത്രയും വർഷം കുട്ടികളിരുന്ന് പഠിച്ചിട്ട് കിട്ടുന്ന ഒരു കോഴ്സാണ് ഇതൊക്കെ. അപ്പം എനിക്ക് പബ്ലിക്കിനോടാണ് പറയാനുള്ളത്, ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്നതും കേട്ടിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പം നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ബിക്കോസ് ഇവർക്ക് ഇതൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യാനും അതിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യാനും ഇവരെ കൊണ്ട് പറ്റും. പക്ഷേ ഒരു സാധാരണക്കാരന് ഇത് പറ്റണമെന്നില്ല. ഇത് ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്തതും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത ആൾക്കാരായിരിക്കും ഇവരെ ഫോളോ ചെയ്ത് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും. പക്ഷേ നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആയാൽ നിങ്ങൾക്കാണ് പോയത്. നിങ്ങൾക്ക് വന്ന ഡാമേജ് കവർ ചെയ്യാനോ ഇൻഫ്ലുവൻസേഴ്സ് ആരും വരില്ല. എപ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ സ്കിൻ കൺസേൺസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ കണ്ടത് എൻ്റെ പ്രൈസ് പാക്കേജസിനെ പറ്റി പുള്ളിക്കാരത്തി പറയുന്നതാണ്. ഈ പ്രൈസ് പാക്കേജസ് ഓൾറെഡി നമ്മൾ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെറുതെ അലിഗേഷൻ പറയുമ്പം ലീഗലി അവർ ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ ഞാൻ കൂടുതൽ ഒപ്പീനിയൻ പറയുന്നില്ല. But this is to the public. Please don't use products which are promoted by the beauty influencers. Unless അതൊരു ഡോക്ടർ ആണെങ്കിൽ you can try it out. ഓക്കെ, എന്തായാലും ഈ കല്യാണിക്ക് നല്ലപോലെ പണി കൊടുക്കണം. ലീഗലി മൂവ് ചെയ്ത് ആ ക്ലിനിക്കുകാർ നല്ലപോലെ പണി കൊടുക്കണം. കാരണം അവരെ അപമാനിച്ചു, പബ്ലിക്കലി അപമാനിച്ചു. ട്രീറ്റ്മെന്റ് നടക്കുന്നതിനിടയിൽ തന്നെ പല പ്രോഡക്റ്റുകളും വാങ്ങി മോന്തയിൽ തേച്ച് വെച്ചിട്ട് അവസാനം കുറ്റം മൊത്തം ക്ലിനിക്കുകാർക്ക്. ഓക്കെ, അത് വലിയൊരു തെറ്റാണ് ഇവള് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നിട്ട് ന്യായീകരണവും ഗുണാധികാരം MBBS BDS അവർക്ക് പുച്ഛം. മറ്റേടുത്ത ഊതല്ലേ കല്യാണി കൊച്ച്. ഇനി ഡോക്ടർ ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, കേൾക്കാം. ഹിയർസി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മെൻഷൻ ചെയ്യാത്തത്. പുള്ളിക്കാരത്തി ഷെയർ ചെയ്ത ചില പ്രോഡക്ട്സിൽ സ്റ്റെറോയിഡ് ഉണ്ട്. ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തിക്ക് സ്കിൻ കണ്ടീഷൻ വന്നതെന്ന് തന്നെ ആ ക്ലിനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെറോയിഡ് എന്ന് പറഞ്ഞ സാധനം ഡോക്ടറിന് പ്രിസ്ക്രൈബ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളൊരു സ്റ്റെറോയിഡ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെ അതിൻ്റേതായ ടൈം എടുത്ത് ഇങ്ങനെ ടേപ്പർ ചെയ്യാന്ന് പറയും, ഡോസ് കുറച്ച് കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെയാണ് നമ്മളിത് മെഡിക്കലി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതൊന്നും അറിയാതെ യൂസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തേക്ക് ഫസ്റ്റ് സ്കിൻ കണ്ടീഷൻ വന്നതെന്ന് തന്നെയാണ് ക്ലിനിക്ക് പുറത്തു വിട്ടേക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതിപ്പം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആധികാരികമായി പറയാനും അറിയില്ല. ബിക്കോസ് ഹർ ക്ലെയിം ഹാസ് നോട്ട് യെറ്റ് കം ഔട്ട്. കേട്ടല്ലോ, ഡോക്ടേഴ്സാണ് പറയുന്നത്. നിന്നെ പോലെ അവിടെ ഇരുന്ന് മുളകും വറുത്ത് അപ്പുറത്ത് കൊണ്ടിട്ട് മാങ്ങേണ്ടിയും പറിച്ചിട്ട് ഉണക്കുന്ന ടീമല്ല, ഡോക്ടേഴ്സാണ് പറയുന്നത്. നീയൊക്കെ കാണിച്ചു വയ്ക്കുന്ന തോന്നിയ ദിവസം വിവരവും വിദ്യാഭ്യാസവും ബോധവും പൊക്കണോ ഇല്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും ചോദിച്ചു മനസ്സിലാക്കുക. അല്ലാണ്ട് ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് പല സാധനങ്ങളും വാരി മോന്തേ തേച്ച് വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കിളിച്ചുകൊണ്ടിരുന്ന നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് പൈസ വാങ്ങിച്ച് വെച്ചിട്ട് അയ്യോ നിങ്ങളെ ട്രീറ്റ്മെന്റ് ശരിയില്ല, നിങ്ങൾ ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഇതുപോലുള്ള ഉടായ്പ് ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഇതുപോലത്തെ ഉടായ്പകളെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ പെമ്പിള്ളാരായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. കാരണം കാണട്ടെ, ഇതിപ്പം കല്യാണി മാത്രമല്ല, ഗ്ലാമി ഗംഗ, ജാസ്മിൻ ജാഫർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മുൻനിരയിൽ നിൽക്കുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന കുറേ എണ്ണം ചെയ്യുന്ന പരിപാടിയാണ്. ഇതൊന്നും ആരും വാങ്ങി തേക്കരുത്. അതുപോലെ ഇവളുടെ ഉടായ്പ് ആ ക്ലിനിക്കുകാർ ഉറപ്പായിട്ട് ഇവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി പണി കൊടുക്കണം, നഷ്ടപരിഹാരം തന്നെ വാങ്ങണം. കാരണം അവരെ പബ്ലിക്കിൽ പൊതുസമൂഹത്തിൽ അപമാനിക്കുകയാണ് ഈ പറയുന്ന കല്യാണി ചെയ്തിട്ടുള്ളത്. ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ്ട് അവസാനം കണവണാന്ന് ചെയ്തു വെച്ചിട്ട് അവസാനം കുറ്റം മൊത്തം ക്ലിനിക്കുകാർക്ക്. ഇതിനെതിരെ നടപടിയുമായിട്ട് പോയി നഷ്ടപരിഹാരം ഈ പറയുന്ന കല്യാണിയിൽ നിന്നും വാങ്ങണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവളുടെ റിയൽ നെയിം വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, പുതിയൊരു വീഡിയോ ഇടണം. ബൈ.